തോമസ് കെ തോമസിന് മന്ത്രിസ്ഥാനം നൽകാൻ നേതൃതലത്തിൽ ധാരണയായതോടെ കെ ശശീന്ദ്രൻ വിഭാഗം പ്രതിഷേധത്തിൽ. മന്ത്രിസ്ഥാനം സംബന്ധിച്ച് ചർച്ചയൊന്നും നടന്നില്ലെന്ന് പരസ്യമായി പറയുമ്പോഴും സ്ഥാനം രാജിവെക്കുമെന്ന് ഭീഷണി മുഴക്കി സമ്മർദ്ദം ചെലുത്തുകയാണ് ശശീന്ദ്രൻ ചെയ്യുന്നത്. ദേശീയ അധ്യക്ഷൻ ശരത് പവാറിനെ കണ്ടും പരാതി ഉന്നയിക്കാൻ നീക്കമുണ്ട്. എന്നാൽ ശശീന്ദ്രന് ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെന്നും തോമസ് കെ തോമസിന് അവസരം കൊടുക്കണമെന്ന നിലപാടിലാണ് മറുവിഭാഗം. TV പ്രസാദ് നൽകും വിശദാംശങ്ങൾ. പ്രസാദ്, ഈ ജില്ലാ പ്രസിഡന്റുമാരുടെയൊക്കെ പിന്തുണയോടെ, കാരണം വലിയ രീതിയിലുള്ളൊരു പിന്തുണ ഈ മന്ത്രിയെ മാറ്റുന്ന കാര്യത്തിലുണ്ട്. പക്ഷേ അപ്പോഴും കഴിഞ്ഞ ദിവസവും 3 നേതാക്കൾ ശശീന്ദ്രന് വേണ്ടി സംസാരിക്കാൻ, അല്ലെങ്കിൽ മാറ്റരുതെന്ന്, മന്ത്രിസ്ഥാനത്ത് നിന്ന് മാറ്റരുതെന്ന് വ്യക്തമാക്കി കാണാനായി ശരത് പവാറിനെ കാണുകയും ചെയ്തിട്ടുണ്ട്. ഇന്നിപ്പോൾ ഇനിയുള്ള തുടർ നീക്കങ്ങൾ എങ്ങനെയായിരിക്കും ഇരു വിഭാഗത്തിൻ്റെയും? സമീപകാലത്ത് NCPയിൽ നിന്ന് വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത തോമസ് കെ തോമസിന് മന്ത്രിസ്ഥാനം വേണം എന്നാവശ്യപ്പെട്ടുള്ള ചർച്ചകളായിരുന്നു നേരത്തെ ഉണ്ടായിരുന്നത്. 2.5 വർഷം കഴിഞ്ഞാൽ തോമസ് കെ തോമസിന് മന്ത്രിപദം നൽകാം എന്ന് പറയുന്ന ധാരണ നേരത്തെ ഉണ്ടായിരുന്നു എന്നാണ് തോമസ് കെ തോമസ് വിശദീകരിക്കുന്നത്. അതിനിടയിലാണ് ഇപ്പോൾ ഒരു നിർണായകമായ നീക്കം ഉണ്ടായത്. ഇതിലിപ്പോൾ തോമസ് കെ തോമസിന് അനുകൂലമാകുന്നത് ചാക്കോയുടെ നിലപാട് കൂടിയാണ്. ചാക്കോയും തോമസ് കെ തോമസും തമ്മിലുള്ള പിണക്കം മാറുകയും ചെയ്തു. നേരത്തെ ശശീന്ദ്രൻ എടുത്ത നിലപാട് പാർട്ടി പറഞ്ഞാൽ ഏത് നിമിഷവും മാറിക്കൊടുക്കാമെന്നായിരുന്നു. പക്ഷേ ആ നിലപാടിപ്പോൾ മാറി. മന്ത്രിസ്ഥാനത്ത് നിന്ന് മാറ്റിയാൽ MLA സ്ഥാനം രാജിവെക്കുമെന്ന ഭീഷണിയാണ് ഇപ്പോൾ ശശീന്ദ്രൻ്റെ വക ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ ഇതെങ്ങനെ പരിഹരിക്കുമെന്ന കാര്യത്തിൽ വലിയ ആശങ്കയുണ്ട്. ഇന്നലെ 10 ജില്ലാ പ്രസിഡന്റുമാരുടെ യോഗം ചേർന്നതിൽ 9 പ്രസിഡന്റുമാരും ശശീന്ദ്രൻ മാറി തോമസ് കെ തോമസ് മന്ത്രിയാകണം എന്ന നിലപാടാണ് മുന്നോട്ട് വെച്ചത്. ഇനിയിപ്പോൾ ഇതിലുള്ള ഒരു തർക്കം എങ്ങനെ പരിഹരിക്കും എന്നതാണ് പ്രധാനപ്പെട്ട കാര്യമുള്ളത്. ശശീന്ദ്രനെ എങ്ങനെ അനുനയിപ്പിക്കും എന്ന കാര്യത്തിൽ ചർച്ച തുടരുകയും ചെയ്യുന്നു. നേരത്തെ തന്നെ നമുക്കറിയാവുന്നതുപോലെ പല ഘട്ടങ്ങളിലും ഈ തോമസ് കെ തോമസും അതുപോലെ തന്നെ കെ ശശീന്ദ്രനും പരസ്യമായി രംഗത്ത് വരുന്ന സ്ഥിതി ഉണ്ടായിരുന്നു. പരസ്പരം കുറ്റപ്പെടുത്തിയുള്ള സംസാരം പരസ്യമായി ഉണ്ടായിരുന്നു. അത് പിന്നീട് ഒരു വലിയ പ്രതിസന്ധിയായി NCP എന്ന് പറയുന്ന പാർട്ടിക്ക് മുന്നിൽ മാറുകയും ചെയ്തു. ഒരു ഘട്ടത്തിലാണ് വളരെ പെട്ടെന്ന് ഇന്നലെ തോമസ് കെ തോമസിന് മന്ത്രിയാകാനുള്ള വഴി തെളിഞ്ഞതും പിന്നീട് PC ചാക്കോ തന്നെ ഇതിൽ ഇടപെട്ടുകൊണ്ട് മറ്റ് നടപടികളിലേക്ക് കടക്കുകയും ചെയ്യുന്നത്. ഇനിയിപ്പോൾ ശശീന്ദ്രനെ എങ്ങനെ അനുനയിപ്പിക്കും എന്ന കാര്യത്തിലാണ് ഒരു സംശയം ബാക്കിയുള്ളത്. അതിനുവേണ്ടി ഒരു 4-അംഗ സമിതിയെ നിയോഗിച്ചിട്ടുമുണ്ട്. എന്തായാലും ഇതിൽ അന്തിമ തീരുമാനമെടുക്കേണ്ടത് ശരത് പവാർ ആണെന്ന് പറയുമ്പോഴും ഇതിനകത്ത് ഇനി എന്ത് സംഭവിക്കും എന്നുള്ളത് തന്നെയാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. ശശീന്ദ്രൻ മാറിക്കൊടുക്കാൻ തയ്യാറല്ല, തോമസ് കെ തോമസ് വിട്ടുകൊടുക്കാനും തയ്യാറല്ല. വ്യക്തമാണ്. TV പ്രസാദാണ് വിശദാംശങ്ങൾ നൽകിയത്. തോമസ് കെ തോമസിന് മന്ത്രിസ്ഥാനം നൽകാൻ നേതൃതലത്തിൽ ധാരണയായതോടെ കെ ശശീന്ദ്രൻ വിഭാഗം പ്രതിഷേധത്തിലേക്ക് കടക്കുകയാണ്.